നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ അതീവ നല്ല ന്യൂട്രിയൻ്റ് ഉള്ള ശരീരത്തിന് വളരെ ഗുണപ്രദമായിട്ടുള്ളതുമായ മുതിര എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ മിക്കവാറും എല്ലാ മഴക്കാലത്തും ഈ മുതിരയെക്കുറിച്ച് വീഡിയോ പറയാറുണ്ട്. കാരണം അതൊരു മൺസൂൺ സ്റ്റേപ്പിൾ ഭക്ഷണമായിട്ട് നമുക്ക് പറയാൻ പറ്റിയ ഒരു കാര്യമാണ് കേട്ടോ. അത് ഒരു തണുപ്പ് കാലമാകട്ടെ മഴക്കാലമാകട്ടെ അത് നാച്ചുറൽ ആയിട്ടുള്ള വാമിങ് പ്രോപ്പർട്ടി ഉണ്ട്, നമ്മളെ ചെറിയ ചൂടാക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഈ മുതിരയ്ക്ക് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബോഡി ഹീറ്റിന് നമുക്ക് ഈ മഴക്കാലത്തൊക്കെ അല്ലെങ്കിൽ തണുപ്പ് കാലത്ത് നമുക്ക് ബോഡി ഹീറ്റ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോൾഡ്, അതുപോലെ വാദസംബന്ധമായ അസുഖങ്ങൾ കണ്ടോ, തണുപ്പൊക്കെ കൂടുമ്പോഴത്തേക്ക് നീര്, വാദം, ഇൻഫ്ലമേഷൻ ഒക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ, നീര്, വാദത്തിൻ്റെ ചികിത്സ ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ തലവേദനയുള്ള ആൾക്കാർ, എല്ലാ ആൾക്കാർക്കും തീർച്ചയായിട്ടും നമുക്ക് മുതിര മഴക്കാലത്ത് അല്ലെങ്കിൽ തണുപ്പ് കാലത്ത് ഉപയോഗിക്കുന്നത് ഈ നീര്, വാദം എല്ലാം കുറയ്ക്കാനും അതുപോലെ തന്നെ ആ ബോഡിയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ഹീറ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന വൈറൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസോ, കോമൺ കോൾഡ്, പനി, ഇവയെല്ലാം ചെറുക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും ഈ മുതിര എന്നുള്ളത്. ഇതിൻ്റെ അകത്ത് കാൽഷ്യം അയണും വളരെ റിച്ചാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒന്നും വരാതെ മഴക്കാലത്ത് നമുക്ക് അല്ലെങ്കിൽ തണുപ്പ് കാലത്ത് ഇരിക്കാം എന്നുള്ളതാണ്. നമുക്കിതിന് ഷുഗർ ഉള്ള ആൾക്കാർക്കും വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ ഉള്ള ആൾക്കാർക്കും തീർച്ചയായിട്ടും ഏത് കാലത്തും ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനം തന്നെയാണ് മുതിര എന്നുള്ളത്. അതായത് നമുക്കൊരു റിച്ചസ്റ്റ് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനായിട്ട് നമുക്കിതിനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു മുതിരയിലുള്ള പ്രോട്ടീൻ വളരെ റിച്ചാണ്. അതുപോലെ നമ്മുടെ ചെറുപയറൊക്കെ പോലെ തന്നെ വളരെ റിച്ചാണ്, നമ്മൾ തീർച്ചയായിട്ടും കഴിച്ചിരിക്കേണ്ടത് തന്നെയാണ്. അതുപോലെ ഡയറ്ററി ഫൈബർ, നമുക്ക് അത്യാവശ്യമായിട്ട് ദഹനത്തിനും ഡൈജഷനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഫൈബറും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് ആസ്മയുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് തണുപ്പുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, ആസ്മ, ശ്വാസം മുട്ടൽ, കഫം, ചുമയൊക്കെയുള്ള ആൾക്കാർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ബോഡിയിലേക്ക് ആ ഒരു തണുപ്പിൻ്റെ പ്രശ്നം വരുന്നില്ല എന്നാണ്. ഓസ്റ്റിയോപോറോസിസും മുട്ടുവേദനയൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ, ബോണിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു പോകുന്ന ആൾക്കാർക്കൊക്കെ ഇത് തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് മെനോപോസിനോട് അടുത്ത് നിൽക്കുന്ന സ്ത്രീകൾ മഴക്കാലത്ത് ഇത് ഉപയോഗിക്കാം. മെനോപോസിനോട് അടുത്തിരിക്കുന്ന സ്ത്രീകൾ അല്ലാത്ത കാലത്ത് ഇത് ഉപയോഗിച്ചാൽ ചിലപ്പോൾ ശരീരത്തിന് ചൂട് കൂടുകയും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഹോട്ട് ഫ്ലഷസോ അല്ലെങ്കിൽ ചൂട് കയറുന്ന അവസ്ഥ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇത് ഉപയോഗിക്കാം. നമുക്ക് മുതിരയുടെ രസം മെയിൻലി ഉപയോഗിക്കുന്നതാണ്. പല നാടുകളിലും മുതിര രസം മഴക്കാലത്ത് ഉപയോഗിക്കും. മുതിരക്കഞ്ഞി, ചെറുപയർ കഞ്ഞി പോലെ തന്നെ നമുക്ക് മുതിരയും കഞ്ഞിയും കൂടെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. മുതിര എന്തെങ്കിലും ഒരു വെജിറ്റബിളിൻ്റെ കൂടി, മത്തൻ്റെ കൂടെയോ പച്ചക്കായയുടെ കൂടെയോ ഒക്കെ നമുക്ക് മുതിരയുടെ പുഴുക്കുണ്ടാക്കാം, തേങ്ങയൊക്കെ ചേർത്തിട്ട്. അതുപോലെ തന്നെ മുതിരത്തോരൻ, വെറുതെ മുതിര ഉള്ളിയൊക്കെ ഇട്ട് തോരനാക്കിയിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ്, വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ആര് ഇത് ഉപയോഗിക്കരുതെന്നുള്ളത്, എക്സസ് ആയിട്ട് ബ്ലീഡിങ് പൈൽസ് ഉള്ളവർ, 2-3 പൈൽസിൽ നിന്നും ബ്ലഡൊക്കെ ബ്ലീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാർ തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കുക. എക്സസ് ബോഡി ഹീറ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് കേട്ടോ. ബാക്കിയുള്ള എല്ലാവർക്കും നിസ്സംശയം ഉപയോഗിക്കാം. തീർച്ചയായിട്ടും നമ്മൾ മൺസൂണിൽ മഴക്കാലത്ത് നമ്മൾ എന്തായാലും ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഭക്ഷണം, പ്രത്യേകിച്ച് കേരളത്തിൽ ആണ് കേട്ടോ. മുതിര വളരെ നല്ലൊരു സാധനമാണ്. ടേസ്റ്റ് കൊണ്ട് പലർക്കും അത്ര ഇഷ്ടമില്ലെങ്കിൽ പോലും ആരോഗ്യ ഗുണം ഓർത്തെങ്കിലും തീർച്ചയായിട്ടും ഇത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.